പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. യഹോവ വെളിച്ചവും രക്ഷയും ബലവുമായുള്ള ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് നാം നിരന്തരമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 27-ാം സങ്കീർത്തനം ആധാരമാക്കിക്കൊണ്ട് തുടർമാനമായി നാം ചിന്തിക്കുന്ന, പഠിക്കുന്ന വചന ധ്യാന പഠന പരമ്പരയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ വ്യത്യസ്തമായ ആലോചനകൾ, ചിന്തകൾ നമുക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. വീണ്ടും ദൈവ ശബ്ദത്തിന് മുന്നാകെ നമ്മളായിരിക്കുകയാണല്ലോ. സ്തോത്രം. യഹോവ വെളിച്ചവും രക്ഷയും ബലവുമായി ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഉള്ളതായ ഗുണങ്ങളെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് പരിശുദ്ധാത്മാവിൽ ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരുപാട് വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മൾ തുടർമാനമായി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാം. യഹോവ വെളിച്ചവും രക്ഷയും ബലവുമായിട്ടുള്ളവൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ചിന്ത നമുക്ക് ദൈവവചനത്തിലൂടെ ദൈവ ആലോചനയായി നമുക്ക് കേൾക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹോവ വെളിച്ചമായി രക്ഷയായി ബലമായിട്ടുള്ള ഒരുവൻ്റെ ജീവിതം സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. ആമേൻ. സ്തോത്രം. ഏതൊരു വിഷയത്തിൻ്റെ മുമ്പിലും, ഏതൊരു കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള വ്യക്തി സംതൃപ്തിയോടെ ജീവിപ്പാൻ കർത്താവിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. ചിന്തിക്കുക, വെളിച്ചവും രക്ഷയും ബലവുമായി ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ദൈവം അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതം സംതൃപ്തി ഉള്ളതാക്കി മാറ്റുകയാണ്. സ്തോത്രം. ഏതൊരു വിഷയത്തിലും ആയിക്കൊള്ളട്ടെ, സംതൃപ്തിയോടെ ഉള്ളൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ഓരോ ദിവസങ്ങളിലും സഹായിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ലോർഡ്. സ്തോത്രം. സംതൃപ്തി നിറഞ്ഞ ജീവിതത്തിനുടമയായിട്ട് മാറുവാൻ ദൈവം വെളിച്ചവും രക്ഷയും ബലവുമായി ഒരുവൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ സംതൃപ്തി അവൻ ലഭിക്കുകയാണ്. അവൻ്റെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, അവൻ്റെ ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, പഠനത്തിലാകട്ടെ, ഏത് കാര്യത്തിലും ആകട്ടെ, സംതൃപ്തമായ ഒരു ജീവിതം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും ലഭിക്കപ്പെടുകയാണ്. നാം എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഒരു സംതൃപ്തി. സ്തോത്രം. സംതൃപ്തമായൊരു ജീവിതം എനിക്ക് ലഭിക്കണം, എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. സ്തോത്രം. സംതൃപ്തിയോടെയുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ വെളിച്ചവും രക്ഷയും ബലവുമായി വന്നു കഴിയുമ്പോൾ അവൻ ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുകയാണ്. സ്തോത്രം. ഉള്ളത് കൊണ്ടുള്ളൊരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സംതൃപ്തമായൊരു ജീവിതത്തിനുടമയായി നമ്മൾ മാറുകയാണ്. പ്രൈസ് ലോർഡ്. ഈ ദൈവത്തിൻ്റെ ആമേൻ. സ്തോത്രം. ഈ ദൈവത്തെ ഈ വിധത്തിൽ ആമേൻ കണ്ടെത്തുന്ന, സ്വീകരിക്കുന്ന ഈ വിധത്തിൽ ആമേൻ. സ്തോത്രം. ദൈവം ഒരുവൻ്റെ ജീവിതത്തിലായിത്തീരുമ്പോൾ ആ വ്യക്തി അവൻ പൂർണ്ണ സംതൃപ്തയായി മാറുകയാണ്. പ്രൈസ് ലോർഡ്. അവന് ഏതൊരു കാര്യങ്ങളിലും അവന് ആമേൻ ആഴമായ, അതെ, നിറഞ്ഞു കവിയുന്ന
മനസ്സ് നിറയുന്ന ഒരു സംതൃപ്തമായ ജീവിതത്തിൻ്റെ ഉടമയായിട്ടവൻ മാറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സ്തോത്രം, മറ്റ് ആത്മീയ ജീവിതത്തിലാകട്ടെ, ഏത് വിഷയത്തിന് മധ്യത്തിലും അവന് ആഴമാർന്ന നിറഞ്ഞ സംതൃപ്തി അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംതൃപ്തിയോടെ ജീവിച്ച ഒരുപാട് ദൈവഭക്തന്മാരെ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം അങ്ങനെയുള്ളവരെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംതൃപ്തിയോടെ ജീവിതം നയിക്കുവാൻ അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഉള്ളതുകൊണ്ട് അവർ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് സംതൃപ്തിയുള്ളൊരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കരഗതമാക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവമാക്കുവാൻ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ദൈവമേ, അങ്ങൻ്റെ രക്ഷയും വെളിച്ചവും ബലവുമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ, ഈ വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷനായിട്ടുണ്ടെങ്കിൽ, അവൻ സംതൃപ്തിയുള്ള സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം നന്നായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് സംതൃപ്തി എന്നുള്ളത്. ഉള്ളതുകൊണ്ട് സംതൃപ്തരാകാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. സ്തോത്രം. കുടുംബജീവിതത്തിലാകട്ടെ, മറ്റേത് കാര്യങ്ങളിലുമാകട്ടെ, സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഇതാഗ്രഹിക്കാത്തവരാരുമില്ല. അതെ, ദൈവം നിങ്ങളുടെ രക്ഷയായും നിങ്ങളുടെ ബലമായും നിങ്ങളുടെ വെളിച്ചമായും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തികഞ്ഞ സംതൃപ്തരാക്കി നിങ്ങളെ ദൈവം മാറ്റും. അതെ, സ്തോത്രം. കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളെ തിരയുകയാണ്. ഒരു സംതൃപ്തമായ ജീവിതം നിങ്ങൾക്ക് തന്നു അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾ മുന്നേറണമെന്ന് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദൈവം അങ്ങനെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഒരു സംതൃപ്തി നിറഞ്ഞ ജീവിതം എനിക്ക് എൻ്റെ മകന് നൽകണം, എൻ്റെ മകൾക്ക് നൽകണം എന്ന് ഒരു പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുകയാണ്. എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ മകനായി എൻ്റെ മകളായി ജീവിച്ച് സംതൃപ്തിയുള്ള ഒരു ലൈഫിൻ്റെ ഉടമയായി തീരാൻ ദൈവം സദാ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ മാടി വിളിക്കുകയാണ്. അവൻ്റെ വചനത്തിലൂടെ, ആമേൻ, അവൻ അറിയിക്കുന്ന ആലോചനകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ, ഈ സമയം, ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. സംതൃപ്തമായൊരു ജീവിതം നിങ്ങൾക്ക് തരുവാൻ, സംതൃപ്തിയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് പ്രായോഗികമാക്കുവാൻ, സംതൃപ്തിയുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇതാ, ഈ സന്ദേശത്തിലൂടെ അവൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് സംതൃപ്തി തരുവാൻ എനിക്ക് കഴിയും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. ഇന്ന് ഈ പ്രഭാത സമയത്ത്, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഈ സന്ദേശത്തിലൂടെ, ഈ മെസ്സേജിലൂടെ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് സംതൃപ്തിയുള്ളൊരു ജീവിതം തരുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? നിങ്ങളതിന് തയ്യാറുള്ളവരാണോ? അതെ, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു. സന്തോഷം നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ, സംതൃപ്തിയുള്ള, ജയകരമായ ഒരു ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ ഉറപ്പുള്ളവരായി, കരുത്തുള്ളവരായി, സന്തോഷത്തോടെ ജീവിക്കുവാൻ ഈ വചന ധ്യാന ചിന്തകളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. സ്തോത്രം.
നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ വെളിച്ചവും നിങ്ങളുടെ ബലവുമായി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ള നിത്യമായ ശക്തമായ വാഗ്ദാനങ്ങളുമായി കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ്. ഈ ദൈവശബ്ദം നിങ്ങൾക്ക് വീണ്ടും ബലം നൽകി, സന്തോഷം നൽകി, കരുത്ത് നൽകി നിങ്ങളെ ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വീണ്ടും സംസാരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ തയ്യാറാകുക. യഹോവേ, അങ്ങൻ്റെ വെളിച്ചമായും രക്ഷയായും ബലമായും എൻ്റെ ജീവിതത്തിൽ വരണം, ഞാൻ അങ്ങേ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുക, എനിക്കിങ്ങനെയുള്ളൊരു ജീവിതം വേണം, സംതൃപ്തിയുള്ളൊരു ജീവിതം എനിക്ക് വേണം കർത്താവേ എന്നുള്ള ആത്മാർത്ഥമായ ഉള്ളു തുറന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റവും സംതൃപ്തിയുള്ള, ഏറ്റവും സംതൃപ്തമായൊരു ജീവിതം തന്ന് നിങ്ങളെ നിറച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനചിന്തയിലൂടെ, ഈ ദൈവാലോചനയിലൂടെ അവൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളുടെ ഉള്ളു തുറന്നു കൊടുക്കുക, നിങ്ങളുടെ ഹൃദയം തുറക്കുക. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്തു ചെന്ന് അവനോടൊത്ത് അത്താഴം കഴിക്കും. അതേ പ്രിയരെ, നിങ്ങളെ അവൻ വിളിക്കുകയാണ്. ഈ സമയത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ മീഡിയ നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങളെ അവൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ട ആളാണോ? സംതൃപ്തി ഇല്ലാതെ കഴിയുന്ന ഒരാളാണോ? ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾക്കൊരു സംതൃപ്തിയില്ലയോ? നിങ്ങൾക്ക് പൂർണ്ണമായൊരു സംതൃപ്തി നിങ്ങൾക്ക് ഇതുവരെയും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലയോ? ഇതാ ദൈവം നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളുടെ വെളിച്ചമാണ്, അവൻ നിങ്ങളുടെ രക്ഷയാണ്, അവൻ നിങ്ങളുടെ ബലമാണ്. അവൻ നിങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിക്കുന്നു, നിങ്ങളെ ആ സംതൃപ്തിയുള്ള ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, ആ തൃപ്തിയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കരഗതമാക്കുവാൻ, പ്രായോഗികമാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ മാടി വിളിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി കൊടുക്കുമോ? നിങ്ങളുടെ ജീവിതത്തെ ആ കർത്താവിന് വേണ്ടി കൊടുക്കുമോ? കർത്താവേ, അങ്ങ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും എൻ്റെ ബലവുമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്നിൽ വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സംതൃപ്തമായ ആമേൻ, പൂർണ്ണ ആമേൻ, സംതൃപ്തമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കട്ടെ. വെളിച്ചമായി, ബലമായി ഈ ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി കൊടുക്കുക. കർത്താവേ, അങ്ങേ എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ കരുതലുകൾ എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ കൃപയിൽ എന്നെ നിറയ്ക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്. കർത്താവ് നിങ്ങളെ ആ സ്വസ്ഥതയിലേക്ക്, ആ സംതൃപ്തമായ ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. നിങ്ങളുടെ മനസ്സ് ആ ദൈവസന്നിധിയിൽ ഏകാഗ്രതയുള്ളതായി തീരട്ടെ. ലോകത്തിലെ മറ്റൊന്നിനും, ലോകത്തിലുള്ള മറ്റൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംതൃപ്തി തരാൻ കഴിയത്തില്ല. നിങ്ങൾ സംതൃപ്തരാകാനും സംതൃപ്തി നേടുവാനും ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുള്ളയാളായിരിക്കാം. പക്ഷേ യഥാർത്ഥ സംതൃപ്തിയും സന്തോഷം തരുന്ന ഒരു നല്ല വഴികാട്ടിയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ഈ പ്രഭാതത്തിൽ യേശു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ഹൃദയം എനിക്ക് വേണ്ടി താ. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നെ സ്വീകരിക്കുക. സംതൃപ്തമായൊരു ജീവിതം നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ.
ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുപാട്